എന്താ പറയുക? ഇപ്പൊ എന്റെ മോൻ ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ഓൻ പറഞ്ഞ ആഗ്രഹം കേട്ടപ്പോ എന്റെ കിളി പോയി. എന്റെ മകനോട് ഞാൻ ചോദിച്ചു, രണ്ടാമത്തെ മകനാണ് നഈമിനോട് ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? വാപ്പച്ചി എനിക്ക് പൈലറ്റ് ആവണമെന്ന്. അല്ലാഹു അക്ബർ, വല്ലാത്ത ആഗ്രഹമായി പോയി. ഓൻ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പൈലറ്റ് ആകണം. ഞാൻ അവനെ നിസ്സാരപ്പെടുത്തിയില്ല, അവനെ നിരുത്സാഹപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞു, നീ പൈലറ്റ് ആവണോ, ഡോക്ടർ ആകണോ, എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ വാപ്പായ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ ഉസ്താദേ? ഉപ്പ എന്നോട് സംസാരിക്കാറില്ല. ഉപ്പയൊന്ന് മനസ്സു തുറന്നിട്ട് തന്റെ പൊന്നാര മക്കളോടൊന്ന് സംസാരിക്കാറില്ല. ഏത് വാപ്പയാണോ സ്വന്തം മക്കളോട് മനസ്സു തുറന്നിട്ട് സംസാരിക്കുന്ന എത്ര വാപ്പമാരാവുള്ളത്? പടച്ചവനെ ഇന്ന് ആൺകുട്ടികളോട് കടിച്ചു കീറുകയാണ്, ഹിറ്റ്ലറെ പോലെയാണ്, രാജാവിനെ പോലെ പെരുമാറുകയാണ്. സ്വന്തം മക്കളുടെ സങ്കടം എന്താണ്, അവന്റെ പ്രയാസം എന്താണ്, അവന്റെ പ്രശ്നം എന്താണ്? സ്വന്തം മകനോടൊന്ന് തിരക്കുവാനോ ചോദിക്കുവാനോ സമയമില്ലടോ. വാപ്പ അവനോട് മിണ്ടാറില്ല. വാപ്പ ഇങ്ങനെ കടിച്ചു കീറിയതുപോലെ ഇങ്ങനെ അങ്ങോട്ട് നടക്ക. സ്വന്തം മോനോട് എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ പറയുന്നത് നീ കേട്ടുകൊള്ളണം, അത്ര തന്നെ. ഇതെന്താ രാജഭരണമോ? അവന്റെ പ്രശ്നം എന്താ? ഒന്ന് അവനോട് നീ മനസ്സു തുറന്ന് സംസാരിക്ക്. ഇന്ന് കുട്ടികൾക്ക് അവനെന്ത് പഠിക്കാനും തിരഞ്ഞെടുക്കാനുള്ള അവകാശം പോലുമില്ല. വാപ്പ പറയുന്നത് പഠിച്ചോണം, ഉമ്മ പറയുന്നത് പഠിച്ചോണം, അങ്ങനല്ലല്ലോ. ഒരു ദേഷ്യം കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രാകുകയാണ്, ശപിക്കുകയാണ്, അവനെതിരായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സ്വീകരിക്കും വാപ്പാ, അല്ലാഹു സ്വീകരിക്കും ഉമ്മ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരായി ദുആ ചെയ്യരുത്. കുരുത്തം കെട്ടവനാണെങ്കിൽ നിങ്ങൾ അവനെ എഴുതിത്തള്ളരുത്. ദുസ്വഭാവമുള്ളവനാണെങ്കിൽ അവനെ എഴുതിത്തള്ളരുത്. ഇന്നത്തെ കുട്ടികൾ പലരും പാതാ മോഡലിൽ മുടി വളർത്തുന്നവരാണ്, കീറിയ പാൻറ് ധരിക്കുന്നവരാണ്. പടച്ചവനെ, മുടി വളർത്തുന്ന കുട്ടികൾ മുഴുവനും കഞ്ചാവടിക്കുന്നവരല്ലടോ. അതിനകത്തും നല്ല മക്കളുണ്ട് സഹോദര. എത്രയോ ചെറുപ്പക്കാര് അല്ലാഹുവേ മനോഹരമായ രീതിയിൽ ഖുർആൻ ഓതുന്ന മക്കളെ കാണാ. മുടി വളർത്തിയ പടച്ചവനെ ബട്ടൺസ് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന, ഉടുപ്പിന്റെ ബട്ടൺസ് പോലും തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മകൻ ഖുർആൻ ഓതുന്നത് കേട്ടടോ. എത്ര മനോഹരമായി ഓതുന്ന മക്കള്. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന മക്കളുണ്ട്. ഒരു വഅദ് വെച്ചാ ചെറുപ്പക്കാരായ മക്കൾ രാവും പകലും കിടന്നോടുകയാണ്. ഏത് പ്രസിഡന്റാ ഫ്ലക്സ് ഒട്ടിക്കാൻ പോകുന്നത്, ഏത് കമ്മിറ്റിക്കാരനാ നോട്ടീസ് ഒട്ടിക്കാൻ പോകുന്നത്, എല്ലാത്തിനും ചെറുപ്പക്കാരാ സഹോദരാ. ഒരുപാട് നല്ല മക്കളുണ്ടടോ. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മാതാപിതാക്കളോടാണ്. മക്കളെ നിങ്ങൾ എഴുതി തള്ളാൻ പാടില്ല. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഉപ്പമാരേ, നിന്റെ പൊന്നാര മക്കളുടെ ഏറ്റവും വലിയ പരാതി തിന്നാൻ കൊടുക്കുന്നില്ല എന്നല്ല, ധരിക്കാൻ കൊടുക്കുന്നില്ല എന്നല്ല, ചെലവിന് കൊടുക്കുന്നില്ല എന്നല്ല. നമ്മളുടെ മക്കളുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ ഉസ്താദേ? ഉപ്പ എന്നോട് സംസാരിക്കാറില്ല. ഉപ്പയൊന്ന് മനസ്സു തുറന്നിട്ട് തന്റെ പൊന്നാര മക്കളോടൊന്ന് സംസാരിക്കാറില്ല. ഏത് വാപ്പയാണോ സ്വന്തം മക്കളോട് മനസ്സു തുറന്നിട്ട് സംസാരിക്കുന്ന എത്ര വാപ്പമാരാവുള്ളത്? പടച്ചവനെ ഇന്ന് ആൺകുട്ടികളോട് കടിച്ചു കീറുകയാണ്, ഹിറ്റ്ലറെ പോലെയാണ്, രാജാവിനെ പോലെ പെരുമാറുകയാണ്. സ്വന്തം മക്കളുടെ സങ്കടം എന്താണ്, അവന്റെ പ്രയാസം എന്താണ്, അവന്റെ പ്രശ്നം എന്താണ്? സ്വന്തം മകനോടൊന്ന് തിരക്കുവാനോ ചോദിക്കുവാനോ സമയമില്ലടോ. വാപ്പ അവനോട് മിണ്ടാറില്ല, ഉപ്പ അവനോട് മിണ്ടാറില്ല. ചോദിക്കണം, ബാപ്പാ നിന്റെ മക്കളുടെ സങ്കടം എന്താണെന്ന്. അവന്റെ ചുമലിൽ കൈയിട്ടിട്ട് എന്നെങ്കിലും ഒരു ദിവസം സങ്കടത്തോടെ നടക്കുന്ന പൊന്നുമോന് എപ്പോഴും കുറ്റം പറയുന്നല്ലോ, എപ്പോഴും നീ കുറ്റം പറയുന്നല്ലോ. എന്നാൽ അവന്റെ സങ്കടം എന്താണെന്ന് നിനക്കറിയണ്ട്. നീ എങ്ങാടും അവന്റെ ചുമലിലൊന്ന് കൈയിട്ടിട്ട് നിന്നെക്കാലും അവൻ വളർന്നില്ലേ ബാപ്പാ? എത്ര വളർന്നാലും നിന്റെ മകനല്ലേ, നിന്റെ മകളല്ലേ? ഉമ്മ സംസാരിക്കണം. ഉമ്മ സ്വന്തം മകളോട് നീ നിന്റെ മനസ്സ് തുറന്ന് സംസാരിക്കണം. അവന്റെ ചുമലിലൊന്ന് കൈയിട്ടിട്ട് ചോദിക്കണം, എന്തു പറ്റി മോനെ, എന്താടാ നിന്റെ സങ്കടം എന്താ? വാപ്പയില്ലേ നിന്റെ കൂടെ? വാപ്പയില്ലേ നിന്റെ കൂടെ? ഒരു ധൈര്യമാണോ? വാപ്പ
വാപ്പയൊന്ന് മനസ്സു തുറന്ന് സംസാരിച്ചാൽ പടച്ചവനെ മക്കള് നേരെയാവുകയാണ്. അവന് മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നില്ല. അല്ലാഹുവേ അവൻ എപ്പോഴും വീടുമായിട്ട് ബന്ധമുണ്ടാവുകയാണ്. എന്തുണ്ടെങ്കിലും വാപ്പയോടും ഉമ്മയോടും പറയുന്ന മകനാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണം വാപ്പമാര്. പഴയ കാലഘട്ടമല്ല. നീ പറയുന്നത് മാത്രം അനുസരിക്കണമെന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ലടോ. അവർക്കുമില്ലേ മോഹങ്ങള്, അവർക്കുമില്ലേ സ്വപ്നങ്ങള്. എല്ലാവരും സ്വപ്നം കാണുന്നവരാണല്ലോ. മക്കൾക്കും ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടടോ. മക്കളുടെ ഏറ്റവും വലിയ പരാതി എന്താ? വാപ്പ മിണ്ടൂല. വാപ്പ ഇങ്ങനെ കടിച്ചു കീറിയതുപോലെ ഇങ്ങനെ അങ്ങോട്ട് നടക്ക. സ്വന്തം മോനോട് എന്താണ് നിന്റെ പ്രശ്നം? ഞാൻ പറയുന്നത് നീ കേട്ടുകൊള്ളണം, അത്ര തന്നെ. ഇതെന്താ രാജഭരണമോ? എടാ, അവന്റെ പ്രശ്നം എന്താ? ഒന്ന് അവനോട് നീ മനസ്സു തുറന്ന് സംസാരിക്ക്. ഇന്ന് കുട്ടികൾക്ക് അവനെന്ത് പഠിക്കാനും തിരഞ്ഞെടുക്കാനുള്ള അവകാശം പോലുമില്ല. വാപ്പ പറയുന്നത് പഠിച്ചോണം, ഉമ്മ പറയുന്നത് പഠിച്ചോണം, അങ്ങനല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, അവർക്കൂടെ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കേണ്ട ഒരു സാമൂഹ്യ ബാധ്യതയില്ലേ നമുക്ക്? ഒരു മാനസിക പരിഗണനയില്ലേ? എന്താണ് അവന്റെ പ്രശ്നം? മോനെ നിനക്ക് എന്താ? ഇപ്പൊ എന്റെ മോൻ ഞാൻ അവനോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ഓൻ പറഞ്ഞ ആഗ്രഹം കേട്ടപ്പോ എന്റെ കിളി പോയി. എന്റെ മകനോട് ഞാൻ ചോദിച്ചു, രണ്ടാമത്തെ മകനാണ് എന്റെ നുഅ്മാൻ, നഈമിനോട് ഞാൻ ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? വാപ്പച്ചി എനിക്ക് പൈലറ്റ് ആവണമെന്ന്. അല്ലാഹു അക്ബർ, വല്ലാത്ത ആഗ്രഹമായി പോയി. ഓൻ എൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് പൈലറ്റ് ആകണം. ഞാൻ അവനെ നിസ്സാരപ്പെടുത്തിയില്ല, അവനെ നിരുത്സാഹപ്പെടുത്തിയില്ല. ഞാൻ പറഞ്ഞു, നീ പൈലറ്റ് ആവണോ, ഡോക്ടർ ആകണോ, എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ വാപ്പായ്ക്ക് ഒരാഗ്രഹമുണ്ട്, നീ ഹാഫിള് ആകണം. എനിക്ക് അത്രയേ ഉള്ളൂ. ഞാൻ അവനോട് പറഞ്ഞു, നീ പൈലറ്റ് ആകണം, ആര് വേണമെങ്കിലും ആയിക്കോ, പഠിക്കണ്ട, അതൊന്നും പാടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ അവനോട് പറഞ്ഞു, പടച്ചോൻ ആകെ 7-8 വയസ്സേ ഉള്ളൂ ഓന്. ഞാൻ പറഞ്ഞു, നീ പൈലറ്റ് ആയിക്കോ, പക്ഷെ നീ ഹാഫിളായിട്ട് വേണം. എനിക്ക് നിന്റെ ആയുസിൽ 3 കൊല്ലം വേണം. നിന്റെ ആയുസിൽ 3 കൊല്ലം. എന്റെ മകൻ സിനാൻ, അള്ളാഹുവിനെ ഹാഫിളാക്കി തരുമാറാകട്ടെ, അള്ളാഹു ഹാഫിളാക്കി തരുമാറാകട്ടെ. ഓൻ പറഞ്ഞത് പോലീസ് ആകണമെന്നാ. സുബ്ഹാനല്ലാഹ്. ഓൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, പോലീസ് ആകണോ, പട്ടാളം ആകണോ, ആര് വേണമെങ്കിലും ആയിക്കോ, ഹാഫിള് ആകണം. അവനെ കൊണ്ടുപോയി പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. 5 ജുസു ആറായി. അള്ളാഹുവിനെ ഹാഫിളാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, ഹാഫിളായ അടുത്ത ദിവസം വീട്ടിൽ വന്നേരെ. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഹാഫിളായി കഴിഞ്ഞാൽ അടുത്ത ദിവസം വാരിക്കെട്ടി വീട്ടിൽ വന്നേരെ. എന്നിട്ട് നിനക്ക് എന്താകണോ, നീ പഠിച്ചു, എനിക്ക് വിരോധം ഇല്ല. എടോ, നമ്മുടെ മക്കൾക്ക് പറയാനുള്ളത് കൂടെ നമ്മൾ കേൾക്ക്. ഒന്ന് സംസാരിക്കുവാപ്പ. നാട്ടുകാരന്റെ മോനൊന്നും അല്ലല്ലോ, അയൽവാസിയുടെ മോനല്ലല്ലോ, നിന്റെ മോനല്ലേ, നിന്റെ മോളല്ലേ. ഉമ്മയ്ക്ക് സമയമില്ല, ഉമ്മയ്ക്ക് ഫോൺ താഴെ വെച്ചാലല്ലേ മോളോട് സംസാരിക്കാൻ സമയമുള്ളൂ. എടാ, സ്വന്തം മകൾ ഒരു നല്ല വസ്ത്രം ഇട്ടാ അത് നല്ല വസ്ത്രമാണെന്ന് കൊള്ളാമെന്ന് ആരാ പറയണേ? ഇവിടെ ചിന്തിക്കണ്ടേ? നിന്റെ മകള് നല്ല ഒരു വസ്ത്രം ധരിച്ചു പോകുമ്പോ ഒരുത്ത ഇങ്ങനെ കടത്തന്നെ നിൽക്കുന്നുണ്ട്, സൂപ്പറാട്ടോ, നല്ല വസ്ത്രം കേട്ടോ, ഈ പറച്ചെല്ലാം അവൾ വഴിതെറ്റി പോണേ. എന്നാ വാപ്പ ഇന്ന് കൊള്ളാൻ കേട്ടോ, ഇത്തിരി ഗ്ലാമറൊക്കെ ഉണ്ടല്ലോ മോളെ, ഒരു വാക്ക് മതിയടോ. അവർക്ക് കൊടുക്കേണ്ട ഒരു പരിഗണന നമ്മൾ കൊടുക്ക്, സ്നേഹമൊന്നും കൊടുക്കും. ഉമ്മായിക്ക് അതൊന്നുമില്ല. ഉമ്മായിക്ക് ഇങ്ങനെ ഒരുങ്ങി നടക്കണം. സ്വന്തം മകൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം, ഇസ്ലാം പറഞ്ഞ വസ്ത്രം ധരിപ്പിക്ക്, അല്ലാതെ വേറെ ധരിക്കാൻ പറയുന്നില്ലല്ലോ. നമ്മുടെ മക്കൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കെയറിങ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. നല്ലത് തന്നെ, അവരെ പറയേണ്ടത് പറയണം, അവർക്ക് നമ്മൾക്ക് പ്രോത്സാഹനം കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊന്നും പറയാതെ നാട്ടുകാരുടെ മക്കളെ ആദരിച്ച് നടന്നിട്ട് കാര്യമില്ല. നാട്ടുകാരുടെ മക്കളെ ആദരിക്കാനും കൊണ്ടുപറയാനൊക്കെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യാക്കൂബ് നബിയുടെ തിരക്കൊന്നും ഒരു വാപ്പയ്ക്കില്ലടോ. ആ പ്രവാചകനാണ്, അന്താരാഷ്ട്ര കാര്യമല്ല പറയുന്നത്. വാപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. വാപ്പാ, വാ മോനെ, അടുത്തു വാ. തന്റെ പൊന്നാര മകനെ പിടിച്ചെടുത്തിരുത്തി യാക്കൂബ് നബി ചോദിക്കുന്നു, എന്റെ മകൻ കണ്ട സ്വപ്നം എന്താണ്? ഉപ്പാ, സൂര്യനും ചന്ദ്രനുമെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. വാപ്പാ, പ്രവാചകനായ യാക്കൂബ് നബിക്ക് കാര്യം മനസ്സിലായടോ. ഈ യൂസുഫ് എന്ന് പറയുന്ന മകന് സാധാരണ ഒരു മകനല്ല, അവൻ സാധാരണ ഒരു പയ്യനല്ല. യാക്കൂബ് നബിക്ക് അവിടെ നിന്ന് മനസ്സിലാവുകയാണ്. യാക്കൂബ് നബി പറഞ്ഞ മറുപടി എന്താ? യാക്കൂബ് നബി പറഞ്ഞ മറുപടി എന്താ? യാക്കൂബ് നബി തന്റെ പൊന്നാര മകനോട് പറഞ്ഞ മറുപടി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം പഠിക്കണേ. ഈ
ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കള് പഠിക്കണേ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മകനോട് പറഞ്ഞ മറുപടി എന്താ? ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയഖീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. ഉറങ്ങല്ലേ വാപ്പമാര്. യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകന് കൊടുത്ത ഏറ്റവും വലിയ ഉപദേശമാണ്. വാപ്പ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ അത് സാധാരണ സ്വപ്നമല്ല എന്ന് മനസ്സിലായപ്പോ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് 11ാമത്തെ മകനായ യൂസുഫിനോട് അവിടെ നിന്ന് പറഞ്ഞു, യൂസുഫേ, നാട്ടുകാരോട് പറയരുത്, അയൽവാസികളോട് പറയരുത്, കൂട്ടുകാരോട് പറയരുത്, ആരോടും പറയരുതെന്നല്ല പറയുന്നത്. യാക്കൂബ് നബി പറഞ്ഞു, മോനെ, നീ നിന്റെ ഇക്കമാരോട് പറയല്ലേ, നീ നിന്റെ ജ്യേഷ്ഠന്മാരോട് പോലും പറയല്ലേ. ഇത് വല്ലാത്ത ഒരു മെസ്സേജാണോ? ഇത് വല്ലാത്ത ഒരു ഉപദേശമാണ്. നീ നിന്റെ കൂടപ്പറപ്പിനോട് പോലും പറയാൻ പാടില്ല. നീ ആരോടും പറയരുത്, നിന്റെ ഇക്കാമാരോട് പോലും നീ ഇത് പറയരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ തുറന്ന പുസ്തകം പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വയനാട് എനിക്ക് റിസോർട്ട് ഉണ്ട്, അവിടെ എനിക്കതാ കോഴിക്കോട് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് ബാംഗ്ലൂരിൽ കച്ചവടമുണ്ട്, എനിക്ക് ദുബൈയിൽ ഷോപ്പുണ്ട്. നിനക്ക് കിട്ടുന്ന വരുമാനം വരെ എല്ലാവർക്കും അറിയാമടോ സഹോദരാ. സ്വന്തം കൂടപ്പറപ്പിനോട് പോലും പറയരുതെന്ന് പറയാനുള്ള കാരണം എന്താ? എപ്പോഴാണ് പടച്ചവനെ ഇബ്ലീസ് പിഴപ്പിക്കുന്നതെന്നറിയില്ല. എന്നെക്കാരും അവൻ വളരാൻ പാടില്ല. ഇത് അയൽവാസിയല്ല, സ്വന്തം കൂടപ്പറപ്പ് പറയുകയാണ്, അവൻ എന്നെക്കാലും വളരാൻ പാടില്ല, അവൻ എന്നെക്കാലും ഉയരാൻ പാടില്ല. സ്വന്തം കൂടപ്പറപ്പ് വരെ നശിക്കുന്നതിന് വേണ്ടി സിഹ്ർ ചെയ്യുന്ന കാലമാണോ? ഏർവാടിയിൽ സിയാറത്തിന് പോയപ്പോ ഒരു കുടുംബം വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, 8 വർഷമായി വല്ലാത്ത കഷ്ടപ്പാടാ ഉസ്താദ്, നരകിക്കുകയാ ഉസ്താദ്, സിഹ്ർ ബാധിച്ചിട്ട് വല്ലാത്ത സങ്കടത്തിലാ. പക്ഷേ എന്റെ ഏറ്റവും വലിയ സങ്കടം എന്തെന്നറിയോ? 8 വർഷമായി അനുഭവിക്കുന്ന കഷ്ടപ്പാടിനല്ല, എന്റെ ഏറ്റവും വലിയ സങ്കടം ഇത് ചെയ്തതെന്റെ സ്വന്തം സഹോദരനാ ഉസ്താദ്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും പറയാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കള് മക്കളോട് ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കാൻ പാടില്ല. ഒരുത്തനോട് വല്ലാത്ത സ്നേഹമാണ്, ഒരാളോട് വല്ലാത്ത പരിഗണനയാണ്. മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ലതോ. അത് പെരുമാറ്റത്തിലാകട്ടെ, സംസാരത്തിലാകട്ടെ, പരിഗണനയിലാകട്ടെ, ഒരു കാര്യത്തിലും മക്കളോട് നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. അത് അവസാനം അവരെ ശത്രുക്കളാക്കുമടോ, കൊലപാതകം വരെ എത്തിക്കുമടോ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ നബി തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു ആൺകുട്ടി ഓടി വരുന്നത്. ഒരു ആൺകുട്ടി ഓടി വരികയാണ്. വാപ്പയുടെ ചാരത്ത് വന്നപ്പോ തന്റെ പൊന്നാര മകന് ചുംബനം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മകനാണ് നബിയേ, എന്റെ പൊന്നുമോനാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ചുംബനം കൊടുത്തവനെ പിടിച്ച് മടിയിലിരുത്തുകയാ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടി കടന്നു വരികയാ, ഒരു ചെറിയ മകള് കടന്നു വരികയാ. വാപ്പാടെ ചാരത്ത് വന്നപ്പോ ആ വാപ്പ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മോളാണ് നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുക്കുകയാണ്. തന്റെ കുഞ്ഞിനൊരു ഉമ്മ കൊടുത്തിട്ട് ആ കുഞ്ഞിനെ
നുഅ്മാനിനെ പിടിച്ച് താഴെ ഇരുത്തുകയാ. അള്ളാന്റെ റസൂലിന്റെ മുഖം അങ്ങ് ചുമക്കുകയാണ്. നബി തങ്ങളുടെ മുഖം അവിടെ നിന്ന് ചുമക്കുകയാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു ആ സ്വഹാബിയോട്, നീ നീതി കാണിച്ചില്ല, നീ നീതി കാണിച്ചില്ല യാ റസൂലല്ലാഹ്. അള്ളാന്റെ നബിയേ, എന്തേ ഞാൻ അനീതി കാണിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി മറക്കല്ലേ വാപ്പമാരെ. പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നീ നിന്റെ മകനെ മടിയിലിരുത്തി, നീ നിന്റെ മകളെ താഴെ ഇരുത്തി, അത് നീതിയല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ എത്രത്തോളം സൂക്ഷ്മത പുലർത്തണമെന്നറിയോ? വലിയ നാശമാടോ, വലിയ നാശമാടോ, വലിയ സങ്കടമാടോ. കൂടപ്പിറപ്പുകൾ പരസ്പരം വീടിന്റെ അകത്ത് കിടന്ന് തല്ലുകയാണ്. കാരണം ഉമ്മയ്ക്ക് അവനോട് മാത്രം വല്ലാത്ത സ്നേഹമാണ്. ഒരു വീട്ടിൽ ഏറ്റവും കൂടുതൽ സങ്കടം അനുഭവിക്കുന്നത് ആരാണെന്നറിയോ? ഏറ്റവും മൂത്ത കുട്ടിയാണ്, ഏറ്റവും ഒന്നാമത്തെ കുട്ടിയാണ്. അവനോട് എല്ലാവർക്കും സ്നേഹം കുറവാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഏറ്റവും ചെറിയ മകനോട് വല്ലാത്ത സ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, സ്നേഹിക്കേണ്ടത് ചെറിയ കുഞ്ഞിനെയല്ല, സ്നേഹിക്കേണ്ടത്, പരിഗണന കൊടുക്കേണ്ടത് ഏറ്റവും ചെറിയ കുഞ്ഞിനെയല്ല, ഒന്നാമത്തെ കുഞ്ഞിനാട്. കാരണം എന്തെന്നറിയോ? നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ ദുആ ചെയ്ത് കാത്തിരിക്കുകയാ. മക്കളില്ലാതെ ഒരുപാട് ദുആ ചെയ്ത് നടന്നടോ. അങ്ങനെ കാത്തിരുന്നപ്പോ അല്ലാഹു ഒരു കൺമണിയെ തരികയാണ്. എന്തൊരു സന്തോഷമായിരുന്നെന്നറിയോ? അല്ലാഹു ആദ്യം തന്നത് അവനെ ല്ലേ ബാപ്പാ, അല്ലാഹു ആദ്യം തന്നത് അവളെയല്ലേ ഉമ്മ, ആ പൊന്നുമോനെയല്ലേ അല്ലാഹു ആദ്യമായിട്ട് തന്നത്. ആദ്യത്തെ കൺമണിയായത് കാരണം വല്ലാത്ത സ്നേഹം അങ്ങ് വാരിക്കോരി കൊടുത്തടോ. അവന് വല്ലാത്ത പരിഗണനയാണ്. ആദ്യമായിട്ട് കിട്ടിയ കുഞ്ഞായത് കാരണം പ്രത്യേകമായിട്ട് അവന് സ്നേഹം നമ്മൾ കോരിക്കൊടുത്തു. പക്ഷേ രണ്ടാമതൊന്ന് വന്നപ്പോ അത് കുറഞ്ഞു പോകുന്നു വാപ്പാ. വല്ലാത്ത സങ്കടമാണോ? സ്നേഹം കിട്ടാതെ വരുമ്പോ വല്ലാത്ത സങ്കടമാ. അതുകൊണ്ട് മറന്നു പോകല്ലേ, അവനെയാണ് ചേർത്ത് പിടിക്കേണ്ടത്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ വാപ്പ അവനാ ഉപ്പ. നീ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനല്ലേ വീട്ടിലെ വാപ്പ. പെങ്ങളെ, അവനല്ലേ വീട്ടിലെ നാഥനാകേണ്ടത് അവനാണ്. അതുകൊണ്ട് അവനെയല്ലേ പരിഗണിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരിക്കലും മക്കളുടെ ഇടയിലെ സ്നേഹം നിങ്ങൾ തിരിക്കരുത്, നിങ്ങൾ രണ്ടായി കാണരുത്, വേർതിരിവ് കാണിക്കരുത്. പടച്ചവനെ, ചില മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. കുടുംബ സ്വത്ത് വിഹിതം വെക്കുമ്പോ ഒരുത്തനു മാത്രം കൊടുക്കുന്ന വാപ്പമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ പടച്ചവനെ, നുഅ്മാൻ ഇബ്നു ബസീർ എന്ന് പറയുന്ന സ്വഹാബി വരികയാണ്. ബസീർ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മകൻ നുഅ്മാൻ ഉണ്ടല്ലോ, എനിക്ക് അവനോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ. അവൻ മറ്റുള്ള മക്കളെ പോലെയല്ല, ഇവൻ എപ്പോഴും ഇൽമു പഠിക്കുന്ന മുതഅല്ലിമാണ്, അവൻ ഇൽമു പഠിക്കുന്ന മുതഅല്ലിമാണ്, ഉസ്താദിന് പഠിക്കുന്ന മകനാണ്. അവനോട് വല്ലാത്ത സ്നേഹമാണ്. അവന് ദുനിയാവുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. അതുകൊണ്ട് നബിയേ, എന്റെ സ്ഥലം ഞാൻ എഴുതി കൊടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു നബിയേ. ഇവന് ഞാൻ അല്പം വസ്തു കൊടുക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് ബസീർ എന്ന് പറയുന്ന സ്വഹാബി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയോ? ബസീറേ, പ്രായമായി സുഖമില്ലാതെ കിടക്കുമ്പോ നുഅ്മാൻ മാത്രം മതിയോ ബസീറേ?
മയ്യത്ത് കുളിപ്പിക്കാൻ, മയ്യത്ത് ചുമക്കാൻ ബസീറെ നുഅ്മ മാത്രം വന്നാ മതിയോ? വേറെ മക്കളൊന്നും വരണ്ട്? നബിതങ്ങൾ പറഞ്ഞു നീതിയല്ല, നബിതങ്ങൾ പറഞ്ഞു നീതിയല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്കിടയിൽ ഒരിക്കലും നിങ്ങൾ വേർതിരിവ് കാണിക്കരുത്. അതവരെ പരസ്പരം ശത്രുക്കളാക്കുകയാണ്. അവർ എന്തും ചെയ്യാൻ തയ്യാറാവുകയാണ്. പടച്ചവനെ, അതുകൊണ്ടാണ് യാക്കൂബ് നബി യൂസുഫ് എന്ന് പറയുന്ന മകനോട് ഈ സ്വപ്നത്തെ കുറിച്ച് ആരോടും പറയരുത്, ആരോടും പറയാൻ പാടില്ല, കൂടപ്പിറപ്പിനോട് പോലും പറയാൻ പാടില്ല. അങ്ങനെയാണ് വളർത്തിയത്. പക്ഷേ യാക്കൂബ് നബിക്ക് യൂസുഫിനോട് വല്ലാത്ത സ്നേഹമാ, വല്ലാത്ത സ്നേഹമാണോ? യൂസുഫിനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. കൂടപ്പിറപ്പുകൾക്ക് അത് സഹിച്ചില്ലടോ. അവര് 10 പേരും ഒരുമിക്കുകയാണ്, അവര് 10 പേരും ഒരുമിക്കുകയാണ്, അവര് ഗൂഢാലോചന നടത്തുകയാണ്. ഇവനൊരുത്തൻ കാരണമാണ് വാപ്പ നമ്മളെ പരിഗണിക്കാത്തത്, വാപ്പ സ്നേഹം തരാത്തത്. ഈ യൂസുഫ് എന്ന് പറയുന്ന ഇവൻ കാരണമാണ്. ഇവനെ ഈ ദുനിയാവിൽ നിന്ന് തന്നെ മാറ്റണം, ഇവനെ വാപ്പയിൽ നിന്ന് അകറ്റണം. അങ്ങനെ ഗൂഢാലോചന നടത്തുകയാണ്. യൂസുഫിനെ കൊല്ലാൻ അവർ തീരുമാനിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒറ്റക്കെട്ടായടോ. വാപ്പയുടെ അടുക്കൽ ചെന്ന് തന്റെ യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പറപ്പിന് കളിക്കാൻ വിടണമെന്ന് വാപ്പയോട് ചോദിക്കുകയാണ്. ആദ്യമൊക്കെ സമ്മതിച്ചില്ല. ഇവര് പറഞ്ഞു, വാപ്പാ ഞങ്ങളുടെ അനുജനല്ലേ, ഞങ്ങളുടെ പൊന്നാര അനുജനല്ലേ, ഞങ്ങളവനെ നോക്കും വാപ്പാ. അവസാനം വിളിച്ചുകൊണ്ട് പോവുകയാണ്. റബ്ബേ, ചരിത്രം പഠിച്ചവരാണല്ലോ, പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞടോ. നീ കാരണമാടാ വാപ്പ ഞങ്ങളെ സ്നേഹിക്കാത്തത്. ഒരുപാട് ഉപദ്രവിച്ചടോ, ഒരുപാട് ഉപദ്രവിച്ചടോ. അവസാനം പൊട്ടക്കിണറ്റിലേക്ക് അവിടെന്ന് വലിച്ചെറിഞ്ഞടോ. കൊല്ലാൻ പടച്ചവര് പാറക്കല്ലെടുത്തെറിയാൻ വരെ നോക്കിയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മക്കൾക്കിടയിലെ വേർതിരിവ് വല്ലാത്ത നാശമാടോ. ഈ യാക്കൂബ് നബിയുടെ മക്കളുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന കൂടപ്പിറപ്പിനെ കിണറ്റിൽ വലിച്ചെറിഞ്ഞു. അനക്കമില്ല, മരിച്ചു എന്ന് കരുതിയിട്ട് പടച്ചവനെ യൂസുഫിന്റെ കമീസ് എടുക്കുകയാണ്, രക്തം പുരട്ടുകയാണ്. എന്നിട്ട് ഇവരെപ്പോഴാണ് വീട്ടിലേക്ക് പോയതെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് എപ്പോഴാണ് വീട്ടിലേക്ക് കടന്നു പോകുന്നത്? വജാഉ അബാഉം ഇശാഅ യബ്കൂ. ഇവര് പാതിരാത്രിയിൽ കടന്നു പോവുകയാ. വാപ്പാടെ മുമ്പിലേക്ക് പാതിരാത്രിയിൽ കരഞ്ഞുകൊണ്ട് കടന്നു പോവുകയാണ്. ഉപ്പാ, യൂസുഫിനെ കാണുന്നില്ല വാപ്പാ. ഞങ്ങളുടെ സാധനങ്ങൾ വെച്ചിരുന്ന സ്ഥലത്ത് അതൊക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടി യൂസുഫിനെ നിർത്തിയിട്ട് പോയതാ. വാപ്പാ കാണുന്നില്ല. ചെന്നായ പിടിച്ചുകൊണ്ട് പോയെന്ന് തോന്നുന്നു വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കൂബ് നബിയുടെ മക്കള് മുഴുവനും പാതിരാത്രിയിൽ ഉപ്പാടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, രാത്രി എന്ന് പറഞ്ഞാൽ രാത്രിക്കൊരു പ്രത്യേകതയുണ്ടോ, രാത്രിക്കൊരു പ്രത്യേകതയുണ്ടോ. എന്താണ് രാത്രിയുടെ പ്രത്യേകത എന്നറിയോ? ഏത് മനുഷ്യനും തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുകയാ. പകൽ മുഴുവനും മാന്യനാട്, രാത്രിയായ സ്വഭാവം മാറുകയാ. ഒറ്റയ്ക്കായ തെറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവുകയാ. രാത്രിയായി കഴിയുമ്പോ സ്വഭാവം മാറുകയാ. ഉദാഹരണം പറയട്ടെ, പകല് നടന്നു പോകുമ്പോ റോഡ് സൈഡിൽ ഒരു നായ കിടക്കുന്നുണ്ട്. എന്ത് ശാന്തമായിട്ടാണ് കിടക്കുന്നത്. അടുത്തു പോയി നിന്നാൽ ചില നായ്ക്കൾ അനങ്ങാറില്ല, അത് മിണ്ടാതെ കിടക്കുമടോ. പക്ഷേ രാത്രിയായി കഴിഞ്ഞ ഏതു വണ്ടിയുടെ പുറകിലും കുരച്ചുകൊണ്ട് ഓടുകയാ, കടിച്ചു കീറാ നിൽക്കുകയാ. ഇതുപോലെയാണ് മനുഷ്യന്റെ സ്വഭാവം. രാത്രിയായി കഴിഞ്ഞാൽ തെറ്റു ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുകയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, വൈകുന്നേരമായ നിങ്ങൾ മക്കളെ പുറത്തു വിടല്ലേ എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, വൈകുന്നേരമായ മക്കളെ പുറത്തു വിടരുത്. മറ്റൊരു ഹദീസിൽ കാണാ പെണ്ണുങ്ങൾ പുറത്തിറങ്ങരുത്. കാരണം ശൈത്താൻ ഇബ്ലീസ് ഇറങ്ങുന്ന സമയമാ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആൺകുട്ടികൾ മുഴുവനും പുറത്താടോ. എന്റെ പ്രിയപ്പെട്ടവരെ, വൈകുന്നേരമാകുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാരികളും പുറത്തിറങ്ങുകയാണ്. ഇന്ന് രാത്രിയായ പകല് പോലെയാണ്. എവിടെ പോയാലും ചെറുപ്പക്കാരാണടോ. വയനാട്ടിലേക്കൊന്ന് പടച്ചവനെ ഒന്ന് സഞ്ചരിച്ചു നോക്കടോ. എവിടെ നോക്കിയാലും 18, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാരികൾ, 18, 20 കോളേജിൽ പഠിക്കുന്ന മക്കള്, ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ നടക്കുകയാണ്. ഏത് കടയിൽ പോയാലും അവരേ ഉള്ളൂ, എവിടെ പോയാലും അവരേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ നടക്കുകയാണ്. വല്ലാത്ത സ്വാതന്ത്ര്യമാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. മക്കളെ നന്നാക്കാൻ വാപ്പയ്ക്ക് സമയമില്ല. ഉമ്മ പടച്ചവനെ മക്കളോട് പറയുകയാ, എനിക്ക് ഉറങ്ങണം, രാത്രിയിൽ വന്നെന്നെ വിളിച്ചു ശല്യം ചെയ്യല്ലേ. താക്കോല് ഇന്ന സ്ഥലത്തിരിക്കുന്നുണ്ട്, തുറന്ന് കേറിക്കോ. സർവ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളുണ്ടല്ലോ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമകളാകുന്നത്, മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നത്, ഇങ്ങനെ അഴിച്ചു വിടുന്നത് കൊണ്ടാണ് വാപ്പാ. മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി പെടുന്നു, മോശമായ സ്വഭാവമുണ്ടാകുന്നു. വളരെ സങ്കടമാടോ. സ്വന്തം വീടിന്റെ അകത്ത് പോലും എത്രത്തോളം പേടിക്കണമെന്നറിയോ? ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത കണ്ടടോ. സ്വന്തം മാതാവിന്റെ വീഡിയോ പിടിച്ചിട്ട് കാമുകന് ഷെയർ ചെയ്ത പെണ്ണിന്റെ വാർത്ത വായിച്ചവരല്ലേ? സ്വന്തം ഉമ്മയുടെ വീഡിയോ, സ്വന്തം അമ്മയുടെ വീഡിയോ, സ്വന്തം മകള് തന്നെ ഫോണിൽ പിടിച്ചിട്ട് കാമുകൻ അയച്ചു കൊടുക്കണമെങ്കിൽ എവിടെ എത്തിയടോ. സ്വന്തം ഉമ്മാന് പോലും വീടിന്റെ അകത്ത് പടച്ചവനെ എത്രത്തോളം പേടിക്കണമടോ. സ്വന്തം മാതാപിതാക്കളുടെ വീഡിയോ പിടിച്ചിട്ട് വിൽക്കുന്ന മക്കളുടെ കാലമാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണേ അല്ലാ. എത്രത്തോളം പേടിക്കണമെന്നറിയോ? എല്ലാം എങ്ങനെയാ സംഭവിച്ചത്? അടിച്ചു വിട്ടിരിക്കുകയാണ്. സ്വന്തം മക്കളെ നോക്കാൻ സമയമില്ല. എവിടെ പോയാലും ഇന്നിപ്പോ ഫെബ്രുവരി 14 പ്രണയ ദിനം, ഗിഫ്റ്റും പേടിച്ചിട്ട് കാത്തിരിക്കുക എല്ലാം. ഇപ്പൊ തന്നെ നോക്കിക്ക്, എവിടെ പോയാലും നിങ്ങൾ ഇവിടെ നിന്ന് അടിവാരം വരെ ഒന്ന് പോടോ, ഏതെങ്കിലും പ്രായമുള്ള ഒരാളെ റോഡിൽ കാണൂല. നിങ്ങൾ ഇവിടെ നിന്ന് പോയി നോക്കിക്കേ, എല്ലായിടത്തും പടച്ചവനെ ഹൂറിലിങ്ങൾ നിൽക്കുന്ന പോലെ നമ്മുടെ അമ്മത്തിനെ കാണാം, ആണും പെണ്ണും. സുബ്ഹാനല്ലാഹ്. പിന്നെ ന്യൂ ഇയറിന് പിന്നെ ഇവിടെ ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ന്യൂ ഇയറിന് ഫ്രീ ആയിരുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കി. എടാ, നമ്മളൊക്കെ പണ്ടൊക്കെ, എനിക്കൊക്കെ എന്റെ വാപ്പാനെ പേടിയ 10 മണിക്ക് മുമ്പ് അസറായിൽ ഓടുന്ന പോലെ വീട്ടിലോട്ട് ഓടുന്നത്. 10 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ കയറ്റൂല. 10 മണിക്ക് മുമ്പ് പടച്ചവനെ 8 മണി 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണം. ഇല്ലെങ്കിൽ തീർന്നു സഹോദര. കെട്ടിയിട്ടിട്ട് തല്ലെന്താ ഓർമ്മ വരുന്നത്? വീട്ടിലേക്ക് പായ. റമദാൻ ആകാൻ കാത്തിരിക്കും. ലൈലത്തുൽ ഖദറിന്റെ അന്ന് ആകെ ഒന്ന് പുറത്തിറങ്ങണേ. 27-ാം രാവിന്റെ അന്നാ ഒന്ന് വീടിന് പുറത്തിറങ്ങണേ. അല്ലെങ്കിൽ വല്ല വഴുത് പടച്ചവനെ, ഇന്ന് വഴുതൊന്നുമില്ല, ഇന്ന് വഴുത് വെക്കാൻ ആരാ വരുന്നത്? അന്ന് പടച്ചവനെ പള്ളി വഴുത് വെക്കണേന്ന് ദുആ ചെയ്യും. കാരണം എന്തേ? അന്നാ ഒന്ന് പുറത്ത് ഇറങ്ങാൻ പറ്റുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെയൊക്കെ ജീവിച്ച നമ്മള് ഇപ്പൊ മോന്റെ അടുത്ത് പറഞ്ഞിരിക്കുക, താക്കോല് ചട്ടിയുടെ കീഴിൽ ഇരിപ്പുണ്ട്, തുറന്നെടുത്ത് കയറിക്കോളാം, എന്നെ വിളിക്കണ്ട, അഴിച്ചു വിട്ടേക്ക. ഇങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട് സഹോദര? ഇവിടെ രാത്രി മനുഷ്യന്റെ സ്വഭാവം മാറും. രാത്രി നമുക്കുള്ളതല്ല, നമുക്ക് പകല. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ പകല, രാത്രിയിലെ കാര്യം നമുക്ക് അറിയാനിട്ടാണ്. അതുകൊണ്ട് മക്കളെ ഇങ്ങനെ അഴിച്ചുവിടുന്നവർ സൂക്ഷിക്കണം. ഒരുപാട് ഖേദിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ബക്കറ്റ് പിരിവുണ്ടോ? ഇപ്പൊ ഇതും ഇല്ലേ? ബക്കറ്റ് പിരിവുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹ്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എനിക്കാണെങ്കിൽ പിരിവില്ലാത്ത, വയത് ഇഷ്ടമില്ലാത്ത ആളാണ്. എന്നെ സംഘാടകര് വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും, പിരിവുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വയത് പറയാൻ വേറെ ഏതെങ്കിലും ഉസ്താദ്മാര് പോലെ പിരിക്കുന്നത്. ചിലർക്ക് കണ്ടുപിടിക്കുന്നതൊരു ലഹരിയ. എനിക്ക് പിരിക്കാന്ന് വെച്ചാൽ ഒരു ലഹരിയ. തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ എന്തായാലും ഇന്ന് ഇത്തിരി ഊരി വാങ്ങും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
എന്തായാലും പിരിക്കാതെ ഞാൻ പിരിയില്ല, എന്തെങ്കിലുമൊക്കെ ഇന്ന് പിഴിയും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രാത്രി ആയി കഴിഞ്ഞാൽ കുട്ടികളെ പുറത്തു വിടല്ലേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്കിടയിലെ വേർതിരിവ്, യൂസുഫിനെ കൊണ്ടുപോയിട്ട് 10 എണ്ണം കൂടെ. എടാ, നമ്മൾ ചിന്തിക്ക്, എല്ലാവരും ഒരു കെട്ടാവോ? ആദ്യത്തെ ഭാര്യയുടെ 10 മക്കളാണ് 10 എണ്ണം. രണ്ടാമത്തെ ഭാര്യയുടെ മക്കളാണ് യൂസുഫും ബിന്യാമീനും. അതുകൊണ്ട് വാപ്പായ്ക്ക് യൂസുഫിനോട് ഇത്തിരി സ്നേഹം, ഇവന്മാര് 10 എണ്ണം കൂടെ ഒറ്റക്കെട്ടായിട്ട് കൊല്ലാൻ നോക്കിയല്ലോ. അപ്പൊ എത്രത്തോളം സൂക്ഷിക്കണം വീട്ടില്. നീ പറയുന്ന ഉസ്താദ് എപ്പോ നോക്കിയാലും തമ്മി തല്ലാന്ന്. കാരണം ഒരുത്തന്റെ മുമ്പിൽ വെച്ച് മറ്റവനെ ഉമ്മ കൊടുക്കും, ഒന്നിനെ മാത്രം പരിഗണിക്കും. അങ്ങനല്ല, എല്ലാവരെയും ഒരുമിച്ച് കാണും, എല്ലാവരെയും ഒരുമിച്ച് സ്നേഹത്തോടെ കാണും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ, യാക്കൂബ് നബിക്ക് അറിയാം യൂസുഫ് മരിച്ചില്ല എന്ന്. യാക്കൂബ് നബിക്ക് ഉറപ്പാ യൂസുഫ് മരിച്ചില്ല എന്ന്. കമീസ് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ രക്തമൊക്കെ പുരണ്ടിരിക്കണം, ചെന്നായ പിടിച്ചോണ്ട് പോയെന്ന് തോന്നുന്നു വാപ്പ. യൂസുഫിന്റെ കമീസ് കൊണ്ടുപോയി വാപ്പാടുത്ത് കൊടുത്തിട്ട് പറയാ, ചെന്നായ പിടിച്ചോണ്ട് പോയെന്ന്. മഹാനായ യാക്കൂബ് നബി കമീസ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ബുദ്ധിയുള്ള ചെന്നായ പിടിച്ചോണ്ട് പോയെന്ന്. എന്താ പറഞ്ഞ മറുപടി? ബുദ്ധിയുള്ള ചെന്നായാണ് പിടിച്ചോണ്ട് പോയെന്ന്. അതിന്റെ കാരണം എന്താ? അല്ല, ഒരു ബട്ടൺസ് പോലും പൊട്ടിയിട്ടില്ല. യൂസുഫ് നബി ധരിച്ചിരുന്ന ഉടുപ്പിലെ ഒരു ബട്ടൺസ് പോലും പൊട്ടിക്കാതെ ചെന്നായ പിടിച്ചോണ്ട് പോകണമെങ്കിൽ അത് സാധാരണ ചെന്നായല്ല, ബുദ്ധി കൂടിയതാ. അത്രത്തോളം മനസ്സിലാക്കണം. യാക്കൂബ് നബിക്ക് അറിയാം തന്റെ മകൻ ഇവരെന്തോ ചെയ്തതാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം വായിച്ചു നോക്ക്. യാക്കൂബ് നബി അലൈഹിസ്സലാം ആള് കൂടുന്ന സ്ഥലത്ത് മുഴുവനും മക്കളെ പറഞ്ഞു വിടും. നേരെ ഈ കൊട്ടക്കാറ്റി കൊല്ലാൻ വേണ്ടി എറിഞ്ഞവന്മാരെ തന്നെ പറഞ്ഞു വിടും, പോയി നോക്കട അവിടെ എവിടെങ്കിലും ഉണ്ടോ. മാർക്കറ്റിൽ പോകും, ചന്തകളിൽ പോകും, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ മുഴുവനും പറഞ്ഞു വിടും, പോയി അന്വേഷിക്കുക, യൂസുഫ് ഉണ്ടോ. ഇവന്മാര് പോകും, പാപ്പ പറഞ്ഞിട്ട് പോവാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബ് നബി കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോലും പോയി. വല്ലാത്ത പ്രയാസമായി, വല്ലാത്തൊരു ദാരിദ്ര്യം പോലെ ആ നാട് മുഴുവനും അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം വന്നു. എന്റെ പ്രിയപ്പെട്ടപ്പോഴാണ് പടച്ചവനെ ഈജിപ്തിലെ രാജാവിനെ കുറിച്ച് കേൾക്കുന്നത്. ഒരു നല്ല ഭരണാധികാരി അവിടെ നിന്ന് ഇങ്ങനെ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്, ജനങ്ങൾ മുഴുവനും സഹായം തേടി കൊട്ടാരത്തിൽ വരുന്നുണ്ട്. ഇതറിഞ്ഞപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ആട് കൂടുന്ന സ്ഥലമല്ലേ, അവിടെ പോയി യൂസുഫിനെ തിരയണം. അവിടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണം, ധാന്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരണം. അങ്ങനെ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ എല്ലാവരെയും പടച്ചവനെ അതാ ഈജിപ്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് പടച്ചവനെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കള് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് വാപ്പ കൊടുത്ത ഉപദേശം എന്താ? തന്റെ പൊന്നാര മക്കൾക്ക് വാപ്പ കൊടുക്കുന്ന ഉപദേശം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, വാപ്പ തന്റെ പൊന്നാര മക്കൾക്ക് കൊടുത്ത ഉപദേശം എന്താ? വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ് വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫരികാ. വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറയുകയാണ്, മക്കള് രാജകൊട്ടാരത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോ എല്ലാവരും ഒരു വാതിലിലൂടെ കേറി പോകല്ലേ, എല്ലാവരും ഒരേ വാതിലിലൂടെ കേറി പോകരുത്, പല വാതിലിലൂടെ വേണം നിങ്ങൾ കേറി പോകാൻ. എല്ലാവരും ഒരേ വാതിലിലൂടെ കേറി പോകാൻ പാടില്ല, വേറെ വാതിലിലൂടെ വേണം നിങ്ങൾ കേറി പോകാൻ. എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞതെന്നറിയോ? എന്തുകൊണ്ടാണ് യാക്കൂബ് നബി അങ്ങനെ പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, യാക്കൂബ് നബിയുടെ മക്കൾക്ക് എല്ലാവർക്കും വല്ലാത്ത ഗ്ലാമറായിരുന്നു, സുന്ദരന്മാരായിരുന്നു, അവരെ കാണാൻ വല്ലാത്ത സൗന്ദര്യമായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ചവരാണല്ലോ. അല്ലാഹു സ്വർഗത്തിൽ യൂസുഫ് നബിയുടെ ഗ്ലാമറാണ് സ്വർഗവാസികൾക്ക് കൊടുക്കുന്നത്. എല്ലാവരെയും കാണാൻ വല്ലാത്ത സൗന്ദര്യമാണ്. ഈ സൗന്ദര്യമുള്ള 10 മക്കള് ഒന്നിനെ പുറകെ ഒന്നൊന്നായി ഒരു വാതിലിലൂടെ കേറിപ്പോയാ ഏതൊരു മനുഷ്യനും നോക്കുമല്ലോ, ഏതൊരാളും നോക്കുമല്ലോ, തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്, മക്കള് നിങ്ങൾ എല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കേറി പോകരുത്.
യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ കാണാൻ നല്ല സൗന്ദര്യമാണ്. ഇപ്പൊ ഈ 10 മക്കള് എല്ലാം ഒരേ വാതിലിലൂടെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇങ്ങനെ കേറിപ്പോയാൽ ഏത് മനുഷ്യനും ഒന്ന് നോക്കി പോകും. അതുകൊണ്ട് പറഞ്ഞു, മക്കളെ ഒരുമിച്ച് പോകണ്ട, വേറെ വേറെ വാതിലിലൂടെ നിങ്ങൾ കയറിപ്പോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് യാക്കൂബ് നബി ഭയന്നിരുന്നു തന്റെ മക്കൾക്ക് കണ്ണ് തട്ടുക. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിതിലൊന്നും വിശ്വാസമില്ല. വിധങ്ങൾ പറയുന്നു, അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണെന്ന് നബിയിന റസൂലുള്ളാഹി. ഈ കണ്ണെന്ന് പറയുന്നത്, കണ്ണേറെന്ന് പറയുന്നത് സത്യമാ. അത് നിസാരമല്ല. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കണ്ണേറെന്ന് പറയുന്നത്, ചില കണ്ണ് കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ, ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ, ചില വാക്ക് പറഞ്ഞാൽ മതി, പടച്ചോനെ പോയി. ചിലരൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ തന്നെ അത് അറം പറ്റി പോകും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ തന്നെ നമ്മുടെ മുഖം നോക്കിയിട്ട് നമ്മളെ കുറിച്ച് പറയാൻ പാടില്ല. ഇപ്പൊ ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് പറയാ, അള്ളാഹ് ഇത്തിരി ചുമന്ന് തുടുത്തു റബ്ബേ, ഗ്ലാമറൊക്കെ കൂടിയോ, പറയാൻ പാടില്ല. നമ്മൾ തന്നെ നമ്മുടെ മുഖം നോക്കിയിട്ട് പറയാൻ പാടില്ല. കാരണം നമ്മുടെ നാവ് എങ്ങനത്തതാണെന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണ് 3 രീതിയിലാണ്. 3 രീതിയിലുള്ള കണ്ണുകളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇരുന്നോട്ടെ 4 പേന എടുക്കുന്നവർ, എനിക്ക് ഒന്നാമത് സുഖമില്ല, മാറ്റാൻ പറ്റുമോ? പോണ്ടവരൊക്കെ പെട്ടെന്ന് എഴുന്നേറ്റ് പൊക്കോട്ടോ. ദുആഇന്റെ സമയമായി. ധൃതിയുള്ളവരൊക്കെ പൊക്കോളി. അള്ളാഹു നമുക്ക് നമ്മുടെയൊക്കെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേക്കോ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളി വന്നു. അപ്പോൾ സൗണ്ട് ഇത്തിരി കുറയ്ക്കണം. നിങ്ങളൊന്ന് അടുത്തിരുന്ന് എല്ലാവരും ഇൻഷാ അല്ലാഹ്. ഒന്ന് അടുത്തിക്കോ. ഇല്ലൊന്ന് കയറിക്കോ ഇൻഷാ അല്ലാഹ്. നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതാണ്. ഒന്ന് കയറിക്കോ വാപ്പ. എനിക്ക് കൊറോണ ഇല്ല ഞാൻ ആദ്യമേ പറഞ്ഞു. വാപ്പ ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്ന, ചിലപ്പോൾ ഈ ഇരുന്നതിന്റെ പേര് രക്ഷപ്പെട്ടാലോ. ഒന്ന് കയറിക്കോ ഇൻഷാ അല്ലാഹ്. മക്കളെ അതിലൊന്നും തൊട്ടേക്കല്ല, അതിനകത്തൊന്നും തൊട്ടേക്കല്ല. ദീപേ, നിന്റെ പണിയായുധങ്ങൾ നോക്കിക്കോ. അല്ലെ, ഒന്ന് കയറിക്കോ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് കയറിക്കോ. ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. മുകളിലൊക്കെ ഇരിപ്പുണ്ടോ പടച്ചോനെ? താഴെ വീടല്ലേ മക്കളെ, എല്ലാം പിടിച്ചിരുന്നു ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് കയറി. അൽഹംദുലില്ലാഹ്. പുറത്തേക്ക് റോഡിൽ നിൽക്കണ ചങ്ങായിമാരൊക്കെ ഒന്ന് കയറിക്കോ. അവരിങ്ങനെ എന്താപ്പാ ട്രാഫിക് പോലീസിന്റെ ജോലിയാന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് കയറി. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. പെട്ടെന്ന് കയറി. തിരിഞ്ഞ് നിൽക്കല്ലേ, ഇപ്പൊ സമയം പോണിപ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ചിലര് പറഞ്ഞാൽ മതി, ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അറം പറ്റും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബിതങ്ങൾ പറയുന്നല്ലോ, ഉയൂനു സലാസ്, 3 രീതിയിലുള്ള കണ്ണുകളുണ്ട്. കണ്ണുകൾ 3 രീതിയിലാണ്. ഒന്നാമത്തെ കണ്ണ് ഐനുൻ ഹാസിദ്, അസൂയയുടെ കണ്ണ്. ഒന്നാമത്തെ കണ്ണ് അസൂയയുടെ കണ്ണ്. ഈ അസൂയയുടെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് നോക്കിയേ ചങ്ങായിമാരും ഉണ്ടായിരുന്ന. അസൂയയുടെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു ഒരു നിഅമത്ത്, ഇപ്പോ ഈ നാട്ടിലെ ഒരാൾക്ക് അള്ളാഹു ഇത്തിരി സമ്പത്ത് നൽകി, പടച്ചോനെ എനിക്കും കൂടെ അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ അള്ളാഹ് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നു, പള്ളിക്ക് കൊടുക്കാമായിരുന്നു, സ്ഥാപനങ്ങൾ കൊടുക്കാമായിരുന്നു. ഇത് അസൂയയല്ല. അള്ളാഹു ഒരാൾക്ക് കൊടുത്ത സമ്പത്ത് നഷ്ടപ്പെട്ടു പോകരുത്, അവന് നഷ്ടപ്പെടരുത്, എനിക്കും അതുപോലെ കിട്ടണം നല്ല കാര്യങ്ങൾ ചെയ്യാൻ. ഇതങ്ങനല്ല. അവൻ എത്തീങ്കാനയിലാവണേ അള്ളാഹ്, ഇതാ ചിന്ത. അവൻ കൊത്തുവാള എടുക്കണേ പടച്ചോനെ, അള്ളാഹ് പടച്ചോനെ, ഇതാ നമ്മുടെ ചിന്ത. പണ്ടൊരുത്തം പറഞ്ഞു, പടച്ചോനെ എന്നെ നീ ഒരു വലിയ പണക്കാരനായ ഒരു മനുഷ്യനുണ്ട്, എപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യും, പടച്ചോനെ അയാളെ പോലെ ആക്കണേ അല്ല, അയാളെ പോലെ ആക്കണേ അല്ല. എത്ര ദുആ ചെയ്തിട്ട് ഇവന് പണം ഉണ്ടാകുന്നില്ല. ഇവ ഉടനെ അള്ളാഹിനോട് പറയാ, അയാളെ എന്നെ പോലെ ആക്കണേ അല്ല, നിത്യങ്കാനയിലാക്കണേ അല്ല.
എടാ നമുക്കെന്ന് പറഞ്ഞാൽ അസൂയ വേറെ ഒരുത്തൻ അള്ളാഹു കൊടുത്ത ഒരു നിഅമത്ത് നീങ്ങി പോണം, അത് നിലയ്ക്ക് പോണം പടച്ചോൻ, എങ്ങനെ ഒരു ചിന്ത. ഇത് അസൂയയുടെ കണ്ണാണ്. ഈ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനാ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ഖുർആൻ ഈ ആയത്ത് പാരായണം ചെയ്യണം ആ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, ഈ ആയത്ത് പാരായണം ചെയ്താൽ ആ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാം, കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാം. രണ്ടാമത്തെ കണ്ണ് എന്റെ പ്രിയപ്പെട്ടവരെ ഐനുൻ മുഅ്ജിബ, അത്ഭുതത്തിന്റെ കണ്ണ്. എന്തൊരു വീടാ അല്ലാഹ്, ഒറ്റ പറച്ചിലേ പറയത്തുള്ളൂ. അല്ലാഹു കാണാൻ നല്ല വാഴക്കൊല ഇങ്ങനെ കൊലച്ച് നിൽക്കുക, അപ്പോഴേ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോൾ എന്തുവാ റബ്ബേ ഇത്, സുബ്ഹാനല്ലാഹ്. ആ വാഴ തന്നെ നിന്നതിന് അസറില്ലാതെ പോകും, കരിഞ്ഞു പോകണോ. ചിലര് പറഞ്ഞു കഴിഞ്ഞു, ഈ പണ്ടുള്ള ഉമ്മാമാര് ചില ആൾക്കാർ വരുമ്പോ പറയും കുഞ്ഞിനെടുത്ത് റൂമിനകത്ത് കയറിയൊക്കെ. ചില ആൾക്കാർ വരുമ്പോ തന്നെ പറയും കുഞ്ഞിനെടുത്ത് അകത്ത്. അത് അവരോടുള്ള ശത്രുത കൊണ്ടൊന്നല്ല, അവരെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ പിറ്റേ ദിവസം കുഞ്ഞിന് പനിയായിരിക്കും, അതുമായിരിക്കും. അങ്ങനെ ഉണ്ട് ചില ആൾക്കാരെ കാണുമ്പോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാന് പെരുന്നാളിന് എന്റെ പള്ളിയിൽ നിന്ന് ഉളുഹിയത്തിന് മൃഗത്തെ വാങ്ങാൻ പോയി, പോത്തിന് വാങ്ങാൻ പോയതാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പോയപ്പോ ഒരു അച്ചായന്റെ വീട്ടിൽ നല്ല ഒരു പോത്ത് നിൽക്കുന്നുണ്ട്, കാണാൻ തന്നെ എന്താ അലങ്കാരം എന്നറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ചായ ആ പോത്ത്? ഉസ്താദെ അത് അയാൾ പറഞ്ഞു, ഉസ്താദെ അത് ഉളുഹിയത്തിന് പറ്റിയതല്ല. ചോദിച്ചപ്പോ പറഞ്ഞു വാല് മുറിഞ്ഞു പോയെന്ന്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അയാള് പറഞ്ഞു, ഒരു കാക്ക നിങ്ങളുടെ ഒരാൾ വന്നിരുന്നു, ഒരുത്തൻ വന്നു പോത്തിനെ നോക്കി വിലയൊക്കെ പറഞ്ഞു, കച്ചവടം നടന്നില്ല. ഈ പഹയൻ തിരിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞു, അച്ഛാ വല്ലാത്ത വാലാകട്ടോ. ഞാൻ അള്ളാണ് കള്ളം പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞ വാക്കാ. ഇവൻ തിരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, വല്ലാത്ത വാലാണെന്ന്. ഒരു ദിവസം കഴിഞ്ഞപ്പോ ഇത് ഈ വാലെങ്ങാണ്ട് അടിച്ചപ്പോഴത്തേക്ക് മരത്തിലെങ്ങാണ്ട് കൊണ്ട് ഇത്തിരി തോലുപോയി. പിന്നെ കാക്ക വന്ന് കൊത്തി 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 ആ വാല് തന്നെ അറ്റുപോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ മനുഷ്യന്റെ നാവ്. ഇത് വെറുതെ പറഞ്ഞതല്ല, ഇത് നശിച്ചു പോകാൻ പറഞ്ഞൊന്നുമല്ല, ചുമ്മാതെന്ന് പറഞ്ഞ അത്ഭുതം കൊണ്ട്. എന്തോ അല്ലാ ഇത് ഇങ്ങനെ പറഞ്ഞു, എന്തൊരു വീടാ പടച്ചോനെ, എന്തൊരു ബോഡി അല്ല, എന്തൊരു ഗ്ലാമർ അല്ല, ഇങ്ങനെ പറയാറില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നബിതങ്ങളും സ്വഹാബത്തും മക്കത്ത് നിന്ന് മദീനയിലേക്ക് പോകുകയാണ്. ജുഹഫ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോ എല്ലാവരും യാത്രയുടെ ക്ഷീണം കാരണം റെസ്റ്റ് എടുത്തു. അങ്ങനെ നബിതങ്ങളും സ്വഹാബത്തും റെസ്റ്റ് എടുക്കുമ്പോ സഹൽ റളിയല്ലാഹു തആല ചെറുപ്പക്കാരനായ സഹാബിയ, സഹൽ റളിയല്ലാഹു തആല ചെറുപ്പക്കാരനായ നല്ല സിക്സ് പാക്ക് എന്നൊക്കെ പറയണ പോലെ നല്ല കാണാൻ നല്ല ബോഡിയൊക്കെ ഉള്ള സഹാബിയ. സഹൽ റളിയല്ലാഹു തആല പെട്ടെന്ന് കമീസ് അങ്ങ് ഊരി. ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കല്ല, എല്ലാരും ഇങ്ങനെ റെസ്റ്റ് എടുക്കുമ്പോ അവിടുത്തെ കമീസ് ഒന്ന് ഊരി. ഈ കമീസ് ഊരുന്നത് മഹാനായ ആമിർ റളിയല്ലാഹു തആല കണ്ടു. ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സഹാബി കണ്ടു. സഹൽ റളിയല്ലാഹു തആല ഈ വസ്ത്രം ഊരിയപ്പോ ആ നിറവും ആ ശരീരവും കണ്ടപ്പോ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു, വല്ലാഹി അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇങ്ങനെ ഒരു ശരീരം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരൊറ്റ പറച്ചില്. മഹാനായ ആമിർ റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇതുപോലെ ഞാനൊരു ശരീരം കണ്ടിട്ടില്ല. പറയേണ്ട താമസം സഹല് തങ്ങളുടെ ബോധം കെട്ട് താഴെ വീഴുകയാ. പറഞ്ഞു തീരേണ്ട താമസം ഹദീസ് ആർക്ക് വേണമെങ്കിലും നോക്കാം. സഹല് തങ്ങൾ അവിടെ നിന്ന് പിടഞ്ഞു താഴെ വീണടോ, ബോധമില്ല. സ്വഹാബത്ത് ഓടിച്ചെന്നു. സഹൽ റളിയല്ലാഹു തആല അൻഹുവിനെ എടുത്തുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് ഓടുകയാണ്. നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തുകയാണ്. നബിയേ, നിന്ന നിപ്പിന് വീണു നബിയേ, നിന്ന നിപ്പിന് വീണു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തു പറ്റി സ്വഹാബ? നിങ്ങൾ എന്തെങ്കിലും കരുതുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ആമിർ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു നബിയേ, ആമിർ ഇങ്ങനെ ഒരു വാക്കു പറഞ്ഞു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് ചുമക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, ആമിറേ, നീ നിന്റെ കൂടപ്പറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ ആമിറേ? നബി തങ്ങളുടെ ചോദ്യമാണ്. വെള്ളം കൊണ്ടുവാ സ്വഹാബ. നബി തങ്ങൾ മന്ത്രിച്ചു മുഖത്തു കുടയുമ്പോഴാണ് അതാ സകലിതങ്ങൾ എഴുന്നേക്കുന്നത്. ഇതാണ് നബി തങ്ങൾ പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, അത്ഭുതത്തിന്റെ കണ്ണാടോ, അത്ഭുതത്തിന്റെ കണ്ണാടോ. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ,
പടച്ചവനെ മക്കൾക്ക് A+ കിട്ടിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള് അവര് കഴിവുള്ളവരാ, ബുദ്ധിയുള്ളവരാ, അള്ളാഹു ഒരുപാട് അനുഗ്രഹം ചെയ്തവരാ. കഷ്ടപ്പെട്ടു പഠിച്ച മക്കള് അതാ A+ വാങ്ങിച്ചു കഴിയുമ്പോ ഉമ്മയതാ സ്റ്റാറ്റസ് ഇടുകയാണ്, എല്ലാവരും കാണണം എന്റെ പൊന്നുമോൾക്ക് A+ കിട്ടി. അതാ പോസ്റ്റിന്റെ മുകളിൽ ഫ്ലക്സ് കെട്ടുകയാ. A+ വാങ്ങിച്ചു, നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ പൊന്നാര മക്കൾക്ക് A+ കിട്ടിയപ്പോ ഉമ്മ സ്റ്റാറ്റസ് ഇടുന്നു, വാപ്പ കൊണ്ട് ഫ്ലെക്സ് മതിരി കെട്ടി വെച്ചു, എല്ലാരോടും അറിയാൻ വേണ്ടി ഫ്ലെക്സ് വരെ വെച്ചിരിക്കുകയാ. ഇപ്പൊ എങ്ങനെയുണ്ട് മോള്? ഈ A+ വാങ്ങിച്ച മോള് ഇപ്പൊ എങ്ങനെയുണ്ട്? ഉസ്താദെ, പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് ഓക്ക് ഉറക്കം വരിക, തലവേദന വരിക. എങ്ങനെ വരാതിരിക്കും? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെയാ? റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഉമ്മ മോനോട് പറയാ, കണ്ടോടാ മുഴുവൻ A+, നീ ഇങ്ങനെ മടലിനെ പോലെ നടന്നോടാ. എന്തൊരു ബുദ്ധിയാ അല്ലാഹ് പെണ്ണിന്. തീർന്നു. സുബ്ഹാനല്ലാഹ്. സൂക്ഷിക്കണം. ഇതാ പറയുന്നത്, എല്ലാം എല്ലാരോടും പറയാൻ പാടില്ല. നിനക്കുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. അതാണ് നബിതങ്ങൾ പറഞ്ഞത്. ഒരിക്കൽ നബിതങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി കയറി വന്നു. യാ ഫുലാൻ, ചങ്ങാതി സുഖമാണോ? അൽഹംദുലില്ലാഹ് ഖൈർ. ഈ മറുപടി കേട്ടപ്പോ തന്നെ നബിതങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രണ്ടാമതൊരെണ്ണം പുറകിൽ കയറി വന്നു. മോനെ സുഖമാണോ? ആ സുഖമാണ് നബിയെ ഖൈർ. നബിതങ്ങൾ ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു. അപ്പൊ ഈ സഹാബി ചോദിച്ചു, എനിക്ക് ദുആ ഇല്ലേ നബിയെ? എനിക്ക് ദുആയില്ലേ? ഓന് മാത്രം ദുആ, എനിക്ക് ദുആയില്ലേ? നീ ഒരു അൽഹംദുലില്ലാഹ് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? പറ, സുഖമാണോ? ജീവിതമൊക്കെ റാഹത്തല്ലേ? കച്ചവടമൊക്കെ ഇല്ലേ? പൈസയൊക്കെ ഉണ്ടോ എല്ലാവരുടെ കയ്യിലും? എന്താണ് കള്ളം പറയാൻ? പൈസയൊക്കെ ഇല്ലേ? അൽഹംദുലില്ലാഹ് പറ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉണ്ടെന്ന് മാത്രം പറയണ്ട. കച്ചവടം ഉണ്ടോ? ഉണ്ടെന്നും പറയണ്ട, ഇല്ലാന്നും പറയണ്ട. അൽഹംദുലില്ലാഹ്. ഉണ്ടെന്ന് പറഞ്ഞാൽ മുട്ട പിടിച്ചിട്ടാലോ? എന്തിനാവശ്യമില്ലാത്ത പണി? നീ നിന്റെ നാമം കൊണ്ട് അടങ്ങിയിരുന്നാ പോരെ. ഇക്കാൻ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞു കിടക്കാം. എന്തിനാ അതിന്റെ ആവശ്യം? എടാ, നമ്മൾ പറയാൻ പാടില്ല ചില കാര്യങ്ങൾ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞേരെ, എല്ലാം അതിനകത്തുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സഹൽ റളിയല്ലാഹു തആല നിന്ന നിപ്പിന് വീണുടോ. അപ്പൊ രണ്ട് അത്ഭുതത്തിന്റെ കണ്ണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹസനും ഹുസൈനെയും വീടിന് പുറത്തു വിടുമ്പോ ഒരു ദുആ ചെയ്തിട്ട് തലയിൽ ഊതുമായിരുന്നു. ഒരു ദുആ ഓതിയിട്ട് തന്റെ മക്കളുടെ തലയിൽ ഫാത്തിമ ബീവിക്ക് പഠിപ്പിച്ചു കൊടുത്തു. മക്കളെ പുറത്തു വിടുന്ന സമയത്ത് ഇത്തിരി ഗ്ലാമറൊക്കെ ഉള്ള മക്കളാണെങ്കിൽ സ്കൂളിൽ പോകും, കല്യാണ വീട്ടിൽ പോകും, ചിലര് നല്ലപോലെ സംസാരിക്കും, ചില പിള്ളേർ കുരുത്തക്കേട് കാണിക്കും. അപ്പൊ മക്കളെ പുറത്തു വിടുന്ന സമയത്ത് ഈ ദുആ നിങ്ങൾ ഓതി തലയിൽ ഊതണമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കണ്ണ് ഐനുൻ ഖാത്തിൽ, കൊന്നുകളയുന്ന കണ്ണ്. ബൈക്കിൽ ഇങ്ങനെ, വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ ബൈക്കിൽ ഇങ്ങനെ പായ, ഇത്ര ചാവാൻ പോകുന്നോടാ അല്ലാഹ്, ഒരൊറ്റ പറച്ചില. സുബ്ഹാനല്ലാഹ്. നമ്മൾ നിസ്സാരമായി പറയുന്നൊരു വാക്കാടോ. വായുവിളി പഠിക്കാൻ വന്നിരിക്കണം, എന്നാ പോക്കാ പോണ റബ്ബേ, ഓടയെന്നായിരിക്കും അവനെ എടുക്കണത്. നമ്മൾ പറയുന്നൊരു വാക്ക് ചിലര് പറഞ്ഞു കഴിഞ്ഞാൽ അറം പറ്റുന്ന രീതിയിൽ നമ്മൾ പേടിക്കണം. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കും കണ്ണീർ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? എടോ, സിഹിറിനെക്കാളും വലിയ പ്രശ്നമാണ് കണ്ണീർ. സിഹിറിനെക്കാളും വലിയ പ്രയാസമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളെ പറഞ്ഞു വിടുമ്പോൾ, പെങ്ങളെ ഞാൻ കളിയാക്കാൻ പറഞ്ഞതല്ല, പെങ്ങള് ചിന്തിക്കാൻ പറഞ്ഞതാണ് മക്കള്. അതുകൊണ്ട് നല്ലതുപോലെ ചിന്തിക്കുക. അല്ലാഹു തന്ന അമാനത്താണ് നമ്മുടെ മക്കള്. ആ മക്കൾ നല്ലവരാകാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് മുഴുവനും ചെയ്യണേ സഹോദരാ. അവസാനമായിട്ട് ഞാൻ അവിടെ നിന്ന് നിർത്തുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പൊന്നാര മക്കൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തടോ. വാപ്പാ, മക്കള് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണേ. ചിലര് പറയാറുണ്ട്, ഉസ്താദേ അവൻ വൃത്തികെട്ടവനാണ്, മോശമായ സ്വഭാവമാണ്, ഇനി അവന്റെ കാര്യം ഈ വീട്ടിൽ പറയാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയരുത്. എന്റെ ഉപ്പമാരോട് പറയുകയാണ്, ഉമ്മമാരോട് പറയുകയാണ്, അവൻ കുരുത്തം കെട്ടവനാണ്, നീ ഒരിക്കലും നന്നാകില്ലടാ എന്ന് പ്രാഗല്ലേ വാപ്പാ. എന്റെ ഉപ്പമാരോട്
ഉപ്പമാരോട് പറയുകയാ, ഉമ്മമാരോട് പറയുകയാ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ ശപിക്കാൻ പാടില്ല. ഒരിക്കലും നിങ്ങൾ ശപിക്കരുത്. നിങ്ങളുടെ നാവിന് വല്ലാത്ത ഇജാബത്താ. ഒരു ദേഷ്യം കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രാകുകയാണ്, ശപിക്കുകയാണ്, അവനെതിരായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സ്വീകരിക്കും വാപ്പാ, അല്ലാഹു സ്വീകരിക്കും ഉമ്മ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്കെതിരായി ദുആ ചെയ്യരുത്. കുരുത്തം കെട്ടവനാണെങ്കിൽ നിങ്ങൾ അവനെ എഴുതിത്തള്ളരുത്. ദുസ്വഭാവമുള്ളവനാണെങ്കിൽ അവനെ എഴുതിത്തള്ളരുത്. ഇന്നത്തെ കുട്ടികൾ പലരും പാതാ മോഡലിൽ മുടി വളർത്തുന്നവരാണ്, കീറിയ പാന്റ് ധരിക്കുന്നവരാണ്. പടച്ചവനെ, മുടി വളർത്തുന്ന കുട്ടികൾ മുഴുവനും കഞ്ചാവടിക്കുന്നവരല്ലടോ. അതിനകത്തും നല്ല മക്കളുണ്ട് സഹോദര. എത്രയോ ചെറുപ്പക്കാര് അല്ലാഹുവേ മനോഹരമായ രീതിയിൽ ഖുർആൻ ഓതുന്ന മക്കളെ കാണാ. മുടി വളർത്തിയ പടച്ചവനെ ബട്ടൺസ് തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന, ഉടുപ്പിന്റെ ബട്ടൺസ് പോലും തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഒരു മകൻ ഖുർആൻ ഓതുന്നത് കേട്ടടോ. എത്ര മനോഹരമായി ഓതുന്ന മക്കള്. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന മക്കളുണ്ട്. ഒരു വഅദ് വെച്ചാ ചെറുപ്പക്കാരായ മക്കൾ രാവും പകലും കിടന്നോടുകയാണ്. ഏത് പ്രസിഡന്റാ ഫ്ലക്സ് ഒട്ടിക്കാൻ പോകുന്നത്, ഏത് കമ്മിറ്റിക്കാരനാ നോട്ടീസ് ഒട്ടിക്കാൻ പോകുന്നത്, എല്ലാത്തിനും ചെറുപ്പക്കാരാ സഹോദരാ. ഒരുപാട് നല്ല മക്കളുണ്ടടോ. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ മാതാപിതാക്കളോടാണ്. മക്കളെ നിങ്ങൾ എഴുതിത്തള്ളാൻ പാടില്ല. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, മക്കള് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണേ. നിന്റെ ദുആയോളം വലിപ്പമുള്ള ഒന്നും ലോകത്തില്ലല്ലോ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുളൈല്. കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവാണ് ഫുളൈല്. ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളുമായി ശാരീരികമായി ബന്ധപ്പെടാതെ ഫുളൈലിന് സമാധാനം കിട്ടൂല. ഒരു ദിവസം ഒരു പെണ്ണിന്റെ പുറകെ നടക്കുകയാണ്, തന്റെ ആഗ്രഹം പറയുകയാണ്. അവള് പറഞ്ഞു ഞാൻ തയ്യാറല്ല. അവൾ അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കുന്ന പെണ്ണായിരുന്നു. അവസാനം ആരുമില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീടിന്റെ അകത്തേക്ക് അതിക്രമിച്ച് കയറി ആ പെണ്ണിനെ റേപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുമ്പോ അടുത്ത വീട്ടിലിരുന്ന് ഖുർആൻ ഓതുകയാ. ഒരായത്തിങ്ങനെ കേൾക്കുകയാണ്, ഒരായത്തിങ്ങനെ കേൾക്കുകയാണ്. അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവേ, ഒരറ്റായത്ത് കേട്ടടോ, ഒരറ്റായത്ത് കേട്ടടോ. അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഈ ആയത്ത് കേട്ടപ്പോ ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ജീവിതം മാറുകയാണ്. ലോകമറിയുന്ന പണ്ഡിതനാവുകയാണ്. ഈ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. ഇബാദത്ത് ചെയ്യാൻ മടിയാണ്, അനുസരണക്കേടാണ്, പടച്ചവനെ മോശമായ പല സ്വഭാവമുണ്ടോ. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. തന്റെ പൊന്നുമകൻ ഇങ്ങനെയായതിന്റെ പേരിൽ വല്ലാത്ത സങ്കടമാ. അവസാന ഫുളൈൽ തങ്ങൾ ശപിച്ചില്ല, അവനെ എഴുതിത്തള്ളിയില്ല. ഫുളൈൽ തങ്ങൾ എന്തു ചെയ്തെന്നറിയുമോ? തന്റെ പൊന്നാര മകന്റെ കൈപിടിച്ചുകൊണ്ട് നിസ്കാരപ്പായിലേക്ക് പോവുകയാ. പൊന്നാര മകന്റെ കൈപിടിച്ചുകൊണ്ട് നിസ്കാരപ്പായിലേക്ക് പോയി 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ കൈ ഉയർത്തുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് 2 കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇവനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് പരിശ്രമിച്ചു പടച്ചവനെ, ഞാൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി പടച്ചവനെ, കഴിവിന്റെ പരമാവധി എന്റെ പൊന്നുമോനെ നന്നാക്കാൻ ഞാൻ നോക്കി പടച്ചവനെ, പറ്റുന്നില്ല റബ്ബേ, ഇവൻ നന്നാകുന്നില്ല റബ്ബേ, ഇവൻ നന്നാകുന്നില്ല റബ്ബേ. അതുകൊണ്ട് അല്ലാ നിന്നെ ഞാൻ ഏൽപ്പിക്കുന്നു അല്ലാ. പടച്ചവനോട് പറയുകയാണ്, ഇവനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാനെ,
ഇവനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു തമ്പുരാനെ, ഇവനെ നീ നന്നാക്കി തരണം പടച്ചവനെ. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പൊന്നാര മകനെ പടച്ച റബ്ബിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ഇവനെ നന്നാക്കി തരണം തമ്പുരാന്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അലി എന്ന് പറയുന്ന മകനൊന്ന് ഖുർആൻ കേട്ടടാ. അള്ളാന്റെ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്. പടച്ചവരെ, പിന്നെയും പിന്നെയും കേൾക്കാൻ മനസ്സു തോന്നുകയാ, പിന്നെയും പിന്നെയും കേൾക്കാൻ മനസ്സു തോന്നുകയാ. അല്ലാ പടച്ചവരെ, പിന്നെ ഖുർആനിന്റെ ഹരമായി മാറിയടോ, പിന്നെ ഖുർആൻ ഹരമായി മാറിയടോ. പടച്ചവനെ, ഖുർആനുമായിട്ട് വല്ലാത്ത ബന്ധമായി ചെറുപ്പക്കാരാ. എന്റെ മക്കളോട് പറയുകയാ, രാത്രി ഒന്ന് കിടക്കുമ്പോ യൂട്യൂബിൽ പിട്ട് പാട്ടുമിട്ട് കിടക്കുന്നവരല്ലേ മക്കളെ, ഒന്ന് ഖുർആൻ ഇട്ട് കേട്ട് നോക്കടാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ നീ ഒന്ന് പ്ലേ ചെയ്തൊന്ന് കേട്ട് നോക്കടാ ചെറുപ്പക്കാരാ. എന്തൊരു അനുഗ്രഹമാണെന്നറിയോ, എന്തൊരു രസമാണെന്നറിയോ, എന്തൊരനുഭൂതിയാണെന്നറിയോ. അള്ളാഹുവിന്റെ ഖുർആൻ കേട്ട് കഴിഞ്ഞാൽ ലഹരിയായി മാറും ചെറുപ്പക്കാരാ. മക്കളെ, ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ അലി എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അള്ളാന്റെ ഖുർആൻ കേൾക്കാതെ പിന്നെ പറ്റാതെയായി, ഖുർആനുമായിട്ട് വല്ലാത്ത ബന്ധമായി 24 മണിക്കൂറും ഖുർആൻ, 24 മണിക്കൂറും ഖുർആൻ. പടച്ചവരെ, പിന്നെ പാരായണമായി, വല്ലാത്ത ഖുർആൻ പാരായണമായി. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ അലിയാൻ എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അലി എന്ന് പറയുന്ന മകന് പിന്നെ ഖുർആനിന്റെ ആളായടാ ചെറുപ്പക്കാരാ. മരണപ്പെട്ടതുപോലെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താ എങ്ങനാ നന്നായതെന്നറിയുവോ. വാപ്പ എഴുതി തെള്ളിയില്ല, ഉമ്മ എഴുതി തെള്ളിയില്ല. അവൻ മോശമായ സ്വഭാവമാണെന്ന് പറഞ്ഞവന്റെ കാര്യം മിണ്ടാതെ നടന്നില്ല. തന്റെ പൊന്നാര മകനെ പിടിച്ചുകൊണ്ട് വന്ന് നിസ്കാരപ്പായിലിരുത്തിയിട്ട് പടച്ചവനോട് ദുആ ചെയ്തു, ഇവനെ നന്നാക്കി തരണം തമ്പുരാനെ, ഒന്ന് ചെയ്തു നോക്കടോ. എന്റെ ഉമ്മമാരോട് പറയുകയാ, ഉപ്പമാരോട് പറയുകയാ, നിന്റെ പൊന്നാര മക്കൾ എങ്ങനെ നടക്കുന്നവനാകട്ടെ, ഏത് മോശമായ ജീവിതം നയിക്കുന്നവനാകട്ടെ, അവനെ പിടിച്ചുകൊണ്ട് വന്ന് നിസ്കാരപ്പായിലിരുത്തിയിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ 2 കൈകൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞിട്ട്, റബ്ബേ എന്റെ മോനെ നന്നാക്കണമല്ലാ, എന്റെ പൊന്നുമോനെ നന്നാക്കി തരണേ അല്ലാ, ഇവന്റെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റണേ അല്ലാ. നിങ്ങൾ കരഞ്ഞാ നമ്മുടെ മക്കൾക്ക് സഹിക്കില്ലടോ. എത്ര ക്രൂരനാണെങ്കിലും ഉമ്മാടെ കണ്ണ് നിറഞ്ഞ വാപ്പ കരയുന്നത് കണ്ട മക്കൾക്ക് സങ്കടം വരുവടോ. അല്ലാ, എന്റെ ഉപ്പ എനിക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുന്നല്ലോ, എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഇങ്ങനെ ദുആ ചെയ്യുന്നല്ലോ, നന്നാകണമെന്ന് തോന്നുന്നു സഹോദരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കളെ നല്ലതുപോലെ പഠിപ്പിക്ക്, ഖുർആനുമായി ബന്ധമുള്ള മക്കളാക്ക്, ദീനുമായിട്ട് ബന്ധമുള്ള മക്കളാക്ക്. നമ്മളെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെന്നറിയുമോ? അവര് ദുആ ചെയ്യുന്ന സമയത്ത് പടച്ചവനോട് പറയണം, അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഈ ദുആയാടോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ മറന്നു പോകാത്ത മക്കള്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കള്, മരിച്ചു മണ്ണിനടിയിൽ കിടക്കുമ്പോ നമ്മുടെ ഖബർ തേടി വരുന്ന മക്കളാകണം സഹോദരാ. ഏതെല്ലാം ഉയർന്ന പദവിയിലെത്തിയാലും, എത്ര സമ്പന്നന്മാരായാലും, എന്റെ പ്രിയപ്പെട്ടവര്, മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്ന മക്കളാകണമെങ്കിൽ നമുക്ക് സ്നേഹം കൊടുക്കാൻ കഴിയണം സഹോദരാ. മരിച്ചുപോയവരെ മറന്നു പോകുന്ന മക്കളുടെ കാലമാണോ? പടച്ചവനെ, കുന്നംകുളം ഭാഗത്ത് അതാ ഒരു ഹാജി എനിക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത മനുഷ്യനാടോ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകന്റെ കല്യാണത്തിന്റെ അന്ന് 25 പെൺകുട്ടികളുടെ വിവാഹമാ നടത്തി കൊടുത്തത്. 280 പവൻ സ്വർണം കൊടുത്തിട്ട് പഠിച്ചവനെ 25 പെൺകുട്ടികളെ നിക്കാഹ് കഴിച്ചു കൊടുത്തു. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇനി ഒരു മകൻ കൂടെയുണ്ട്, അവന്റെ വിവാഹത്തിന്റെ അന്ന് 50 പെൺകുട്ടികളുടെ വിവാഹം നടത്തണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമാ. എന്തിനാണ് ഞാൻ ആ വീട്ടിൽ പോയതെന്നറിയുവോ? ആ ഹാജിയാരുടെ ഉമ്മാടെ ആണ്ടായിരുന്നു. ഉമ്മയുടെ ആണ്ട് 3ാമത്തെ വർഷമാണ്. റബ്ബേ, എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിയടോ.
ആ ഹാജിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്നെ കൊണ്ടുപോകുന്ന സഹോദരൻ പള്ളിക്കാട്ടിലെ ഖബറ് കാണിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ചോദിച്ചു എന്തേ അവിടെ പന്തല് കെട്ടിയിട്ടിരിക്കുന്നത്? പള്ളിക്കാട്ടിൽ ഉമ്മയുടെ ഖബറ് വിടാട് ഖബറിങ്ങനെ ചൂണ്ടിക്കാണിച്ചു തന്നടോ. നോക്കുമ്പോ ഇങ്ങനെ സീറ്റ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. എന്തിനാണ് മറച്ചതെന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, 3 കൊല്ലമായിട്ട് തന്റെ മാതാവ് മരിച്ചുപോയി, തന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. 3 ദിവസമല്ല 3 വർഷമായി. അല്ലാ, ഒരു ദിവസം പോലും മുടങ്ങാതെ 2 ഉസ്താദന്മാര് ആ ഉമ്മാടെ ഖബറിന്റെ ചാരത്തിരുന്ന് ഖുർആൻ ഓതുകയാ. 3 ദിവസമല്ല, 11 ദിവസമല്ല, 40 ദിവസമല്ല, 3 കൊല്ലമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ പടച്ചവനെ ഉമ്മാടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് 2 ഉസ്താദന്മാര് ഖുർആൻ ഓതുകയാ. 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കണ്ടടോ. എന്നോട് പറഞ്ഞു, ഉസ്താദേ, പള്ളിപ്പറമ്പിൽ ഉമ്മാടെ ഖബറിന്റെ മുകളിൽ കെട്ടിയിട്ടിരുന്ന ഷെഡ് പൊളിച്ചു കളഞ്ഞു ഉസ്താദേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് നഷ്ടമാടോ, എന്ത് നഷ്ടമാടോ. ഉമ്മാടെ ഖബറിന്റെ ചാരത്തിരുന്ന് ഖുർആൻ ഓതിയാൽ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും കിട്ടുമല്ലോ, എല്ലാ ഖബറാളികൾക്കും അതിന്റെ പ്രതിഫലം കിട്ടുമല്ലോ. സഹോദരനാ ഹാജി എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, 3 രൂപയുള്ളപ്പോഴാണ് എന്റെ ഉമ്മ ഞങ്ങളെ എത്രത്തോളം കഷ്ടപ്പെട്ടു വളർത്തി, ഒരുപാട് കഷ്ടപ്പെട്ടു വളർത്തിയതാ. അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോട് ചെയ്ത വസിയത്ത് എന്തെന്നറിയോ? മോനെ, വാപ്പ മരിച്ചാൽ പള്ളിയിൽ ഇരുന്ന് ഓതാൻ പറ്റത്തില്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടെങ്കിലും ഓതണം. നിനക്ക് ഓർമ്മയുള്ള കാലത്തോളം, നിനക്ക് കഴിയുന്ന കാലത്തോളം ഉപ്പാന് വേണ്ടി ഖുർആൻ ഓതണേ, ഉമ്മയ്ക്ക് വേണ്ടി ഖുർആൻ ഓതണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ സ്നേഹമുള്ള ഒരുപാട് മക്കളുണ്ടടോ. സ്വന്തം മാതാവിന്റെ ഖബറിന്റെ ചാരത്ത് 3 ആണ്ട് കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു, ഇന്നും ഖുർആൻ ഓതുന്നുണ്ട് സഹോദരാ. എല്ലാ ദിവസവും 2 ഉസ്താദന്മാര് മാതാവിന്റെ ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് ഖുർആൻ ഓതുകയാ. എത്ര വലിയ ഭാഗ്യമാടോ. ആ ഉമ്മ ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ഇതുപോലെ ഒരുപാട് മക്കളുണ്ട് സഹോദരാ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മക്കളുണ്ട് സഹോദരാ. ഉമ്മയെന്ന് പറഞ്ഞ ജീവനാ, വാപ്പയെന്ന് പറഞ്ഞ ജീവനാ. അല്ലാഹുവേ, ആ ഹാജിക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അദ്ദേഹത്തിന്റെ ജീവിത മാർഗത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഭാര്യ സന്താനങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ആ ഉമ്മാടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മൾ സ്നേഹമുള്ളവരാകണം സഹോദരാ. മരിച്ചുപോയവരെ മറന്നു പോകുന്നവരാകരുത്, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാകണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, മക്കൾക്ക് മാതൃകയാകുന്ന മാതാപിതാക്കളാകു. നിങ്ങളുടെ മക്കള് നിങ്ങളെയാണ് കണ്ടുപഠിക്കുന്നത്. നിങ്ങൾ എന്തു ചെയ്യുമ്പോഴും വളരെ സൂക്ഷ്മത പുലർത്തണേ. പ്രത്യേകിച്ച് ചെറിയ മക്കളുടെ മുമ്പിൽ നിന്ന് ചീത്ത വിളിക്കരുത്, കള്ളം പറയരുത്, മോശമായ കാര്യങ്ങൾ ചെയ്യരുത്. ആ പിഞ്ചു മക്കളുടെ മനസ്സിലത് പതിയുകയാണ്. ആ കുട്ടികൾ വല്ലാതെ ചിന്തിക്കുന്നവരാണ്. അവരുടെ ഭാവി തന്നെ തുലഞ്ഞു പോകാൻ അത് കാരണമാവുകയാണ്. അതുകൊണ്ട് പടച്ചവനെ, എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. മനോഹരമായി കോടികൾ ചെലവഴിച്ചൊരു മനോഹരമായ പള്ളി വന്നു. വാപ്പാ, പള്ളിയൊക്കെ പണിയുന്നതിൽ കാര്യമില്ലടോ, പള്ളി വലുതായടോ. എന്നാ ഈ പള്ളി കരയുന്നൊരവസ്ഥ വരരുത്, ഈ പള്ളി കരയുന്നൊരവസ്ഥ വരരുത്. എപ്പോഴാണ് പള്ളി കരയുന്നതെന്നറിയുമോ? നിസ്കരിക്കാൻ ആളില്ലാതെ വന്നാൽ, നിസ്കരിക്കാൻ ആളില്ലാതെ വന്ന പള്ളി കരയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പള്ളി കരയും സഹോദരാ, ഈ നാട് തന്നെ നശിക്കാൻ അത് കാരണമാകുമോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, റമദാൻ
വരികയാണ്, വസന്തത്തിന്റെ പൂക്കാലം വരികയാണ്. അല്ലാഹുവേ, ഇബാദത്തുകൾ കൊണ്ട് അലങ്കരിക്കാൻ ഒരു പുണ്യമായ മാസം വരികയാ. ഈ പള്ളി അലങ്കരിക്കണം സഹോദരാ. തറാവീഹ് കൊണ്ട്, ഇഫ്താർ കൊണ്ട്, നിസ്കാരം കൊണ്ട്, ഖുർആൻ കൊണ്ട് ഈ പള്ളി നിങ്ങൾ അലങ്കരിക്കാൻ കഴിയണം സഹോദരാ. വഅദ കേൾക്കാമെന്ന പെങ്ങളെ, ചൊവ്വാഴ്ച രാത്രിയോ ബുധനാഴ്ചയോ നോമ്പ് നമ്മളെ തേടി വരികയാ. ഒരുങ്ങിയിട്ടില്ല പെണ്ണ്, നീ തയ്യാറായിട്ടില്ല പെണ്ണ്. റജബെത്തിയപ്പോഴേ ഉമ്മ വീടും പരിസരം മുഴുവനും വൃത്തിയാക്കുകയാണ്. എന്തിനാ മോളെ? റമളാൻ വരുന്നു മോളെ, റമളാൻ വരുന്നു മോളെ. ശഅബാൻ വിട പറയുകയാ. റമളാൻ മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിഞ്ഞാ റമളാൻ വരികയാ. ഞാനും നിങ്ങളും എന്തേ ഒരുങ്ങിയിട്ടുള്ളത്? എന്ത് തയ്യാറെടുപ്പാണ് നടത്തിയിട്ടുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇനിയും സമയമുണ്ട് വാപ്പാ, ഇനിയും സമയമുണ്ട് ചെറുപ്പക്കാരാ. തയ്യാറാകും മക്കളെ, ഒരുങ്ങു മക്കളെ. റമളാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കോ. ചൊവ്വാഴ്ച രാത്രിയായാൽ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. പടച്ചവനെ, നാളെ സദാ ചൊവ്വാഴ്ച വൈകുന്നേരം സംശയത്തിന്റെ ദിവസമാണ്. എന്റെ പ്രിയപ്പെട്ടവര്, ആ അവസരം നിങ്ങൾ പാഴാക്കരുത്. ആ ദിവസം നിങ്ങൾ പാഴാക്കരുത്. ആ ദിവസത്തിൽ കിട്ടുന്ന പ്രതിഫലം വേറെ ഒരു ദിവസത്തിലും കിട്ടാറില്ല. അതാ റമളാനിനെ നിങ്ങൾ ബഹുമാനിക്കണം. എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? ആ റമളാനിനെ നിങ്ങൾ എങ്ങനെയാണ് വരവേൽക്കുന്നത്? എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുകയാണ്. ആരോ പറയുന്നുണ്ട്, നാളെ റമളാൻ ഒന്നാട്, നാളെ റമളാൻ ഒന്നാട്. പടച്ചവരെ, 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 കേൾക്കേണ്ട സമയത്ത് പറയണം അൽഹംദുലില്ലാഹ്. നാളെ റമളാൻ ഒന്നാണെന്ന് ആരോ പറയുന്നത് കേൾക്കുമ്പോ ഉടനെ നിന്റെ നാവ് കൊണ്ട് പറയണം അൽഹംദുലില്ലാഹ്. പറ്റുമെങ്കിൽ സുജൂദ് ചെയ്യണേ, ശുക്റിന്റെ സുജൂദ് ചെയ്യണേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ, അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ. ആരാ റമളാൻ കടന്നു വന്നപ്പോ ആരാ സന്തോഷിച്ചത്? ആരാ സ്വീകരിച്ചത്? ആരാ വിരുന്നൊരുക്കിയത്? ആകാശത്ത് നിന്ന് പടച്ചറപ്പ് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആ നോട്ടമെങ്ങാനും കിട്ടിയ അല്ലാഹു നോക്കുമ്പോ നീ സുജൂദിലാണ്, അല്ലാഹു നോക്കുമ്പോ നീ സ്തുതിക്കുകയാണ്, നീ സന്തോഷിക്കുകയാണ്. നബിതങ്ങൾ പറയുകയാ, ആ നോട്ടമെങ്ങാനും ഏതെങ്കിലും ഒരു മനുഷ്യന് ലഭിച്ച ലം യുഅദ്ദിബുഹു അബദാ. അല്ലാഹു ഒരിക്കലും ആ മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ